CPIM നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം പള്ളിക്കൽ ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ നിയമനക്രമക്കേട് നടന്നതായി പരാതി. ഇല്ലാത്ത തസ്തികയിൽ യുവാവിന് നൽകിയത് സ്ഥിര നിയമനം. നിയമനക്രമക്കേട് കണ്ടെത്തിയിട്ടും സഹകരണ രജിസ്ട്രാർ നടപടി വൈകിപ്പിച്ചതായും ആരോപണമുണ്ട്. തിരുവനന്തപുരം പള്ളിക്കൽ ഫാമേഴ്സ് സഹകരണ ബാങ്കിൽ ഇല്ലാത്ത പോസ്റ്റിലേക്ക് സ്ഥിര നിയമനം നടത്തിയത് 2020 ജൂൺ 22-ന്. പള്ളിക്കൽ സ്വദേശി ബിലാൽ ഷായെയാണ് സ്ഥിര നിയമനത്തിനുള്ള നടപടിക്രമങ്ങളിലൂടെ അറ്റൻഡർ തസ്തികയിലേക്ക് നിയമിച്ചത്. പിന്നാലെ ബിലാൽ ഷായ്ക്ക് സ്ഥിരം ജീവനക്കാരനെന്ന നിലയിൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകി വരുന്നതിനിടെയാണ് ബോർഡ് മീറ്റിംഗ് ചേർന്ന് മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത്. അറ്റൻഡർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ പോസ്റ്റേ ഉള്ളായിരുന്നു. ഇതിലേക്ക് അവർ നിയമനം നടത്തിയിരിക്കുന്നത് 1ഉം 2ഉം റാങ്കുകാരെ ഈ അറ്റൻഡർ പോസ്റ്റിലേക്ക് നിയമനം നടത്തി. 2 പേർക്ക് സ്ഥിര നിയമനം ഒരേ സമയത്താണ് അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടി, ഒരേ സമയത്താണ് നമ്മളവിടെ കയറി ഒപ്പിട്ടേക്കുന്നത്. CPIM നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ നിയമനം നടന്നത് LDF സർക്കാരിന്റെ കാലത്താണ്. നിയമനത്തിന് പിന്നാലെ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ ഓഡിറ്റിൽ നിയമന ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. കൂടാതെ 2024-25 ഓഡിറ്റ് റിപ്പോർട്ടിലും നിയമന ക്രമക്കേട് നടന്നതായി പരാമർശമുണ്ട്. എന്നാൽ ഓഡിറ്റിൽ കണ്ടെത്തിയ ക്രമക്കേടിൽ സഹകരണ രജിസ്ട്രാർ നടപടി സ്വീകരിച്ചില്ല എന്ന ആരോപണമാണ് ഉയരുന്നത്. കൂടാതെ നിയമനത്തിന് പിന്നാലെ 6 വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും മറ്റാനുകൂല്യങ്ങളുമായി യുവാവ് ബാങ്കിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. എന്നാൽ ഭരണം മാറിയതോടെ നടപടി ഭയന്ന് ബാങ്ക് യുവാവിനെ പിരിച്ചുവിടുകയായിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.